കേരള ജമയത്തുൽ ഉലമയുടെ വികസന രേഖ അംഗീകരിക്കുന്നവരെ തിരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുമെന്ന് സംഘടനാ സെക്രട്ടറി ഖലീൽ തങ്ങൾ 24നോട്. സ്ഥാനാർത്ഥികളും മുന്നണി നിലപാടുമാണ് പ്രധാനം. സമസ്ത EP ലയന ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഖലീൽ തങ്ങൾ വ്യക്തമാക്കി. ഞങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സ്ഥിരമായി ഒപ്പമാണ് എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വ്യക്തമായ നിലപാടുകളും രൂപരേഖകളും നയങ്ങളൊക്കെ ഉണ്ട്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു ഭാഗമാകുക, മുന്നണിയുടെ ഔദ്യോഗിക കക്ഷിയോ അനൗദ്യോഗിക കക്ഷിയോ വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. വിനേഷ്, തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സംഘടന, ഏതെങ്കിലും ഒരു മുന്നണിയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, എന്നാൽ തങ്ങളുടെ സംഘടനയുടെ വികസന രേഖ അംഗീകരിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുമെന്നാണ് ഇപ്പോൾ ഖലീൽ തങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ, വിവരങ്ങൾ എങ്ങനെ? ശ്രീനിധി, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ഒരു യാത്ര നടത്തിയിരുന്നു, കേരള യാത്ര നടത്തിയിരുന്നു. ഇതിൽ ജനപ്രതിനിധികളും മറ്റാളുകളുമായി സംസാരിച്ച ശേഷം ഒരു വികസന രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വികസന രേഖ മുഖ്യമന്ത്രിക്കും അതുപോലെ പ്രതിപക്ഷ നേതാവിനും കൊടുത്തിട്ടുണ്ട്. ഇത് അംഗീകരിക്കുന്ന ഒരു മുന്നണിയെ തങ്ങൾ പിന്തുണയ്ക്കും എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, എല്ലാ കാലങ്ങളിലും സമസ്ത AP വിഭാഗം ഇടതുമുന്നണിയായിരുന്നു പിന്തുണച്ചു കൊണ്ടുവന്നിരുന്നത്. എന്നാൽ അതിൽ നിന്നൊരു മാറ്റം എന്നുള്ള രീതിയിൽ ഒരു സൂചനയാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, കണ്ണടച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കില്ല, തങ്ങളുടെ വികസന രേഖ അംഗീകരിക്കുന്നവരെ പിന്തുണയ്ക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സമസ്ത EKയുമായുള്ള ലയനം ഉടൻ തന്നെ സാധ്യമാവുന്ന രീതിയിലേക്കുള്ള ചർച്ചകൾ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം തന്നെയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമിയുമായി ആരെങ്കിലും കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം, അത് മതേതരത്വത്തിന് എതിരാണ് എന്ന് UDFന് അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരു മുന്നറിയിപ്പ് നൽകാനും അദ്ദേഹം മറക്കുന്നില്ല. ശ്രീനിധി, ശരി, തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിയോ പാർട്ടിയോ പിന്തുണയ്ക്കുന്നില്ല, എന്നാൽ വികസന രേഖ അംഗീകരിക്കുന്നവരെ തിരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുമെന്നാണ് ഇപ്പോൾ ഖലീൽ തങ്ങൾ പറഞ്ഞു വെച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.